കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 48ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഗീതങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാമ്പോജി ഗീതം, അതിൻ്റെ സ്വരങ്ങൾ കുറച്ച് പാടി നോക്കി. നമുക്കതിൻ്റെ തുടർച്ച നോക്കാം. കാമ്പോജി രാഗം 28ാമത് മേളകർത്താരാഗമായ ഹരി കാമ്പോജിയിൽ നിന്നും ജനിക്കുന്ന ഒരു ജന്യരാഗമാണ്. അതിൻ്റെ ആരോഹണ അവരോഹണം നമുക്കൊന്ന് നോക്കാം. സരി ഗ മ പ ധ സ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ സ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ സ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ സ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ സ സ നി ധ പ മ ഗ രി സ. ഇതാണ് അതിൻ്റെ ആരോഹണ അവരോഹണം. ഇതിൽ വരുന്ന സ്വരസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. സരി ഷഡ്ജം ചതുശ്രുതി ഋഷഭം, ഗ അന്തരകാന്താരം, മാ ശുദ്ധ മധ്യമ, പ പഞ്ചമം, ധ ചതുശ്രുതി ദൈവതം. അവരോഹണത്തിന് സ നി കൈശികി നിഷാദം. അപ്പോൾ വരുന്ന സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം. അവരോഹണത്തിൽ കൈശികി നിഷാദം. ആരോഹണത്തിൽ 6 സ്വരം, അവരോഹണത്തിലെ എല്ലാ സ്വരം വരുന്ന രാഗം ഷാഡവ സമ്പൂർണ്ണ രാഗം എന്നാണ് ഇതിന് പറയുക. ഇതിന്റെ പുറമെ കാകലി നിഷാദം ഇതിൽ അന്യസ്വരമായിട്ട് വരുന്നുണ്ട്. സ നി പ തദ ര ആ രി ന ന സ നി പ. ആ സ്ഥലത്ത് കാകലി നിഷാദം അന്യസ്വരമായിട്ട് വരുന്നുണ്ട്. അന്യസ്വര പ്രയോഗം വരുകൊണ്ട് ഈ രാഗത്തിന് ഭാഷാംഗ രാഗം എന്നാണ് പറയുക. അന്യസ്വരം വരുന്ന രാഗങ്ങളെല്ലാം ഭാഷാംഗ രാഗങ്ങളാണ്. അന്യസ്വരം വരാത്ത രാഗങ്ങളെ ഉപാംഗ രാഗങ്ങൾ എന്ന് പറയും. അങ്ങനെ ഈ ജന്യരാഗങ്ങൾ അങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. അപ്പൊ ഇത് ആദ്യ താളത്തിലാണ് നമ്മൾ ഈ ഗീതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് പാടി നോക്കാം. സ നി പ ധ ധ സ ധ സ രി ഗ മ ഗ ഗ രി സ രി സ സ നി നി ധ പ നി ധ പ മ ഗ മ പ മ ഗ പ ധ സ നി ധ പ നി ധ പ പ മ ഗ രി സ. ഇങ്ങനെയാണ് അതിൻ്റെ തുടക്കം. അപ്പൊ അതിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ എന്താണ്? സ നി പ. അവിടെ തന്നെ ആ അന്യസ്വര പ്രയോഗം വരികയാണ്. ഇതിന്റെ ബാക്കി നോക്കാം. മ ഗ പ ധ ധ സ സ രി രി പ
പാമഗ രി ഗരി സം സാരി സാ നി നി ദ പ നി ദ പ മ ഗ മ പ മ ഗ പ ധ സാ നി ദ പ നി ദ പ പ മ ഗ രി സ. ഇതാണ് അതിൻ്റെ സ്വരങ്ങൾ. കുറച്ച് സ്വരം പാടിയിട്ട് അതിൻ്റെ സാഹിത്യം ഒന്ന് നോക്കാം. മന്ധരധരരെ, മന്ധര പർവ്വതം എടുത്തു പൊക്കിയ ആള് മഹാവിഷ്ണുവിനെ ഉദ്ദേശിച്ചാണ് ഇത് നിർമ്മിച്ചത്. സാ നി പ ധ ധ സ ധ സ രി ഗ മ ഗ ഗ രി മന്ധര ധര രേ മോക്ഷമു രായ രേ സാരി സാ നി നി ദ പ നി ദ പ മ ഗ മ പ ദൈത്യ കുലയാന്തക പാവന മൂർത്തേ. അപ്പൊ അതുവരെ ഒന്നുകൂടി സാഹിത്യം ചേർത്തി പാടാം. മന്ധര ധര രേ മോക്ഷമു രായ രേ ദൈത്യ കുലയാന്തക പാവന മൂർത്തേ. അടുത്ത സ്വരം മാഗ പാദ സാ നി ദ പ നി ദ പ പ മ ഗ രി സ. അപ്പൊ ഒന്നുകൂടി ചെല്ലാം ആദ്യം മുതല്. മന്ധര ധര രേ മോക്ഷമു രായ രേ ദൈത്യ കുലയാന്തക പാവന മൂർത്തേ. പാദ ശുഭ രേ ഗ മകുട മയൂര. പദശുഭരേഖ പാദശുഭ രേഖ മകുട മയൂര. പിന്നൊക്കെ അകാരാണ്. ആ ആ ദൈത്യ കുലയാന്തക പാവന മൂർത്തേ. പാദ ശുഭ രേഖ മകുട മയൂര. മഗ
പധ ദസ സരി രിപ്പ മഗ രിഗരി സ. അവിടെയൊക്കെ മഗ പധ ദസ സരി രിപ്പ മഗ രിഗരി സ. അവിടെ സാഹിത്യമില്ല, അകാരാണ്. ദൈത്യ കുലയാന്തക പാവന മൂർത്തേ പാദ ശുഭരേഗ മാകുടമയൂര മന്ദര ധര രേ. ഇങ്ങനെയാണ് ആ ഗീതം അവസാനിക്കുന്നത്. എല്ലാവരും കേട്ടിട്ട് പഠിക്കാൻ നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.